അദാനിക്കെതിരെ സംസാരിക്കുന്നതിനെന്താ കുഴപ്പം? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബാംഗ്ലൂരിലെ ഒരു കോടതിയിൽ കേരളത്തിലെ ഒരു ചാനൽ പോയി കേസ് കൊടുക്കുകയും അവരെ പറ്റിയുള്ള മരമുറി ഉൾപ്പെടെയുള്ള വാർത്തകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടി ഒരു കോടതി വിധി വന്നു. ഏതാണ്ട് സമാനമായ കോടതി വിധിയാണിത്. ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി ഇറക്കിയിട്ടുള്ളത്. അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, രവിനായർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. ഇത്തരം കേസ് മുമ്പാക്കിക്കൊണ്ടൊന്നും അയാൾ പേടിക്കില്ല. കാരണം അയാൾ എന്താ ചെയ്തതിനെക്കുറിച്ച് നല്ല ബോധ്യമായിക്കൊണ്ട്, ആരോടാണ് അയാൾ ഫൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമായിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ത് ചെയ്യാണ്, ഒരു വർഷം തടവ് ശിക്ഷിച്ചു എന്ന് കരുതി പേടിച്ചു പോകുന്ന ആളൊന്നുമല്ല രവിനായർ. അദ്ദേഹം ഇന്നിപ്പോൾ ട്വിറ്ററിൽ എഴുതിയിട്ടുള്ളത് ഹം ദേഖേംഗെ എന്നാണ്. അത്രയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ, അദാനിയെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ അലിഗേഷൻസ് അല്ല, ഫാക്റ്റ് വെച്ച് അദ്ദേഹം ചെയ്ത റിപ്പോർട്ടുകളുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ പൊതുമേഖല എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം ഈ റിപ്പോർട്ടുകളിലൂടെ കാണിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിലെ കൽക്കരി ഇറക്കുമതി അദാനിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൽക്കരി ഇറക്കുമതി എന്ന് പറഞ്ഞാൽ, ഇന്തോനേഷ്യയിലെ കൽക്കരി പാടത്തിൽ നിന്ന് അദാനി കൽക്കരി വാങ്ങുന്നു. ഈ കൽക്കരി ആദ്യം അയക്കുന്നത് ദുബായിലേക്കാണ്. അപ്പോൾ ആദ്യം പോകുന്ന ഇതെന്താണ്, ഇൻവോയ്സ് പോകുന്നത് ദുബായിക്കാണ്. ഇനി ദുബായിൽ നിന്നാണ് അവർ മറ്റൊരു ഇൻവോയ്സ് തയ്യാറാക്കുന്നത്. ആ ഇൻവോയ്സ് ഇന്ത്യയിലേക്കുള്ള ഈ ഷിപ്മെൻറ്റിന് വേണ്ടി ആ ഇൻവോയ്സ് അയക്കുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന കാര്യം കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ. വെറുതെ കൽക്കരി ഇറക്കുമതി മാത്രമല്ല ഇത് നടക്കുന്നത്. ഒന്ന്, കൽക്കരിയുടെ വിലയിൽ തട്ടിപ്പ് നടത്തുന്നു, മറ്റൊന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്നു ദുബായ് കേന്ദ്രീകരിച്ച് എന്നാണ് ഒരു റിപ്പോർട്ട്. രവിനായരുടെ ഏറ്റവും പുറത്തു വന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള റിപ്പോർട്ട് അതാണ്. ഭാഗ്യവശാൽ ആ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നത്, ഈ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് ദുബായിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നു. കാരണം അയാൾ മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് ഒരു ചെറിയ സംശയം തോന്നി കോപ്പി എടുത്ത് വെച്ച കുറേ ഡോക്യുമെൻറ്റ്സാണ്. അയാളുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം അത്ര രഹസ്യാത്മകമാണ്. ഈ ഡോക്യുമെൻറ്റുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് കുറച്ച് പണം ഈ ദുബായിലെ ബാങ്കിൻ്റെ ശാഖയിലേക്ക് വരുന്നു. അദാനിയുടെ കമ്പനിയുടെ തന്നെ പണം വരുന്നു. ഉടൻ തന്നെ, അന്ന് തന്നെ, വളരെ പെട്ടെന്ന്, അസ്വാഭാവികമായ വേഗതയിൽ അത് സീഷെൽസിലേക്കുള്ള ഒരു ബാങ്കിലേക്ക് മാറും. സീഷെൽസിനെ കുറിച്ച് നമുക്കറിയാം. സീഷെൽസ് ഒരു ടാക്സ് ഹാവനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോക്സി കമ്പനികൾ വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള കൃത്യമായ രേഖയാണ്. അതും കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ്. അത്തരം വിവരങ്ങൾ അൺഎർത്ത് ചെയ്ത് പുറത്തു കൊണ്ടുവന്നാണ് രവിനായർ. എന്നിട്ട് ഈ രവിനായർക്കെതിരെ അദാനി കേസ് കൊടുത്തത് എന്താണെന്നറിയാം? രവിനായർ ഈ അദാനി വാച്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലോ അദാനിക്കെതിരെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളെക്കുറിച്ച്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെക്കുറിച്ചല്ല പരാതി. അദ്ദേഹം ട്വിറ്ററിൽ ചെയ്ത ചില കമൻറ്റുകളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ നാച്ചുറൽ ഗ്യാസ് പോളിസി കേന്ദ്ര ക്യാബിനറ്റ് റിവൈസ് ചെയ്യുന്നു എന്നൊരു വാർത്ത, ഒരു പ്രസ് റിലീസ്, അത് നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PIB തന്നെ വാർത്താക്കുറിപ്പായിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് പങ്കുവെച്ചുകൊണ്ട് രവിനായർ ചോദിക്കുകയാണ്, ഇത് അദാനിക്ക് വേണ്ടിയാണോ? ഇതിനാണ് കേസ്. ഇത് അദാനിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അവർ വാദിക്കുന്നത് എന്താണ്? അദാനിക്ക് ഒരു അൺഡ്യൂ ഫേവർ കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്ന് ആരോപിക്കുന്നത് ഞങ്ങളുടെ പ്രതിച്ഛായ മോശമാക്കിയെന്നാണ് വാദം. ഇതേ അദാനി തന്നെ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ, അവരുടെ കമ്പനി ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാണ്, സർക്കാരിൻ്റെ ഈ പറയുന്ന നയമാറ്റം നമുക്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് അദാനിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? എന്താ കുഴപ്പം? കാരണം ഇന്ത്യയിൽ ഈ നാച്ചുറൽ ഗ്യാസിലും LPGയിലുള്ള മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ അംബാനിക്കും അദാനിക്കുമാണ്. അവർ രണ്ടുമേ ഉള്ളൂ. അപ്പോൾ ഒരു നയം മാറ്റുമ്പോൾ ആ മോണോപ്പൊളിയുള്ള കമ്പനികൾക്ക് ഗുണകരമായിട്ടല്ലേ വരുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ഡിഫമേഷൻ ഉണ്ടാക്കുക? രണ്ടാമത്തെ കാര്യം, അങ്ങനെ വളരെ സില്ലി ആയിട്ടുള്ള ട്വീറ്റുകളുടെ പേരിലാണ് ജതിൻ മേത്ത എന്ന് പറയുന്ന ഒരു ഫ്യൂജിറ്റീവ് ഉണ്ട് ഇന്ത്യയിൽ. ഒരു ഡയമണ്ട് വ്യാപാരിയാണ്, ഗുജറാത്തിയാണ്. 2014 മോദി അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അയാൾ രാജ്യം വിട്ടു. ഏതാണ്ട് 7,000 കോടി രൂപ ഇന്ത്യൻ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് അടിച്ചുകൊണ്ടാണ് അയാൾ രാജ്യം വിട്ടുപോയത്. അയാളെ തിരിച്ചു കൊണ്ടുവരാനോ അയാളെ പിടികൂടാനോ അയാളുടെ സ്വത്തുകൾ മരവിപ്പിക്കാനോ ഒന്നും ഇതുവരെയും ഇന്ത്യയിലെ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. CBIക്ക് EDക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അയാൾ കേസിൽപ്പെട്ടിട്ടുള്ളത് UK നടക്കുന്നൊരു ലീഗൽ പ്രശ്നത്തിലാണ് അയാൾ കേസിൽപ്പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ അയാൾ UK പൗരനാണ്. അതോടൊപ്പം തന്നെ സെൻറ്റ് കിറ്റ്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ദ്വീപ് രാഷ്ട്രമുണ്ട്, ഇതുപോലത്തെ ഒരു ടാക്സ് ഹാവനാണ്. അവിടെ അയാൾ പൗരത്വം എടുത്തു. ഈ സെൻറ്റ് കിറ്റ്സ് എന്ന് പറയുന്ന ഈ കരീബിയൻ ഐലൻഡുമായിട്ട് ഇന്ത്യക്ക് എന്താണ് ഫ്യൂജിറ്റീവ്സിനെ കൈമാറുന്ന കരാറില്ലാത്തതുകൊണ്ട് അയാൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ഏതോ ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് രവിനായർ ചോദിക്കുകയാണ്, ജതിൻ മേത്ത അദാനിയുടെ ബന്ധുവായതുകൊണ്ടാണോ അയാളെ പിടികൂടാൻ കഴിയാത്തത്? അതൊരു ചോദ്യമല്ലേ? അതൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ജതിൻ മേത്തയുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അദാനിയുടെ സഹോദരനായ വിനോദ് അംബാനിയുടെ മകളെയാണ്.
അപ്പോൾ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചുകൂടെ? കാരണം നീരവ് മോദി മുതൽ വിജയ് മല്യ വരെയുള്ളവരെ ഇതാ ഞങ്ങൾ സമ്പത്ത് പിടിച്ചു കെട്ടി അത് തിരിച്ചു കൊണ്ടുവന്നു, കള്ളപ്പണം പിടിച്ചു എന്ന് പറയുന്ന അതിനെക്കുറിച്ച് വീമ്പടിക്കുന്ന ബി ജെ പിക്കാർ, ബി ജെ പി ഭരണകൂടം എന്തുകൊണ്ടാണ് ജതിൻ മേത്തയെ പിടിക്കാൻ പറ്റാത്തത്? അയാൾ ഗുജറാത്തിയാണ്. അപ്പോൾ ഇത്തരം വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും അതിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുക, അതിനനുകൂലമായ വിധി സമ്പാദിക്കുക എന്ന് തന്നെ പറയാൻ പറ്റും. അത് വിധി സമ്പാദിച്ച വിധി തന്നെയാണ്. കാരണം ഗുജറാത്തിലെ കോടതിയാണ്. ഗുജറാത്തിലെ കോടതിയെക്കുറിച്ച് നമുക്കറിയാലോ, വളരെ പ്രമാദമായ കേസുകളിൽ, എസ്പെഷ്യലി അമിത്ഷായ്ക്കെതിരെയുള്ള എൻകൗണ്ടർ കില്ലിംഗ് കേസുകളൊക്കെ ട്രയൽ ചെയ്ത് എവിടെയായിരുന്നു? ഗുജറാത്തിലല്ല, മഹാരാഷ്ട്ര കൊണ്ടുവന്ന ട്രയൽ ചെയ്ത്. അങ്ങനെയാണ് ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് അങ്ങനെയാണ് ആ കേസ് പരിഗണിച്ച ആളാണ് ജസ്റ്റിസ് ലോയ. അപ്പോൾ ഗുജറാത്തിലെ കോടതികളെക്കുറിച്ച് രാജ്യം മുഴുവൻ ഒരു പ്രത്യേകമായ അഭിപ്രായമുണ്ട്. ആ കോടതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറ്റേ ബാംഗ്ലൂർ കോടതിയിൽ പോയി വിധി സമ്പാദിച്ച പോലെ തന്നെയാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ കോടതിയിൽ പോയി വിധി സമ്പാദിച്ചത്. ഇതുകൊണ്ടൊന്നും രവി നായരെ പോലുള്ള കുറച്ച് ജേർണലിസ്റ്റുകളെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന വിചാരിക്കാൻ കഴിയില്ല. കാരണം അവർക്കറിയാം അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദാനിക്കെതിരായിട്ടുള്ള പോരാട്ടം മോദി ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എവിടെ അടിച്ചാലാണ് മോദിക്ക് വേദനിക്കുക, എവിടെ അടിച്ചാലാണ് ബി ജെ പിക്ക് വേദനിക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ 2 ധനികർക്ക് കൈമാറി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം. 2 പ്രധാനപ്പെട്ട സമ്പന്നർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ എറിഞ്ഞാലാണ് മോദിക്കും ബി ജെ പിക്കും വേദനിക്കുക എന്ന് അറിഞ്ഞു തന്നെയാണ് അവിടെ തന്നെ തുറന്നു നോക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അവരെ നിശബ്ദരാക്കണമെങ്കിൽ അവരെ കൊല്ലേണ്ടി വരും, അല്ലാതെ ഇത്തരം ഉമ്മാക്കികളുണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല.